ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിതാ അസ്മിക്കുട്ടനിക്ക് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് എനിക്ക് അവനെ കൂടെ കൊണ്ടുപോകണം. അപ്പോൾ അതാ അവനിന്ന് നേരത്തെ എണീറ്റാണ് കേട്ടോ. അല്ലെങ്കിൽ അവനൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവൻ എണീക്കാറുണ്ട്. പിന്നെ ഞാൻ വീഡിയോസ് എടുത്തപ്പോൾ എന്തോ ഒരു പ്രശ്നം പറ്റി. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്കിത് മനസ്സിലായത് കേട്ടോ. ഇത്തിരി സ്പീഡായിപ്പോയി, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. പിന്നെ വിചാരിച്ച് എന്തായാലും എഡിറ്റ് ചെയ്ത് വിടാൻ വിചാരിച്ചിട്ടാ. അവനതാ ഞാൻ അവനക്ക് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൊണ്ടുപോകാനുള്ളതും വേണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ തണ്ണിമത്തന് അവനക്ക് കടയിൽ നിന്ന് ഇടനേരത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്തന്. പിന്നെ ദോശയാണ് ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുപോകണം കേട്ടോ. അന്ന് ചോറുണ്ടാക്കാൻ ഇത്തിരി ലേറ്റായിപ്പോയി. അപ്പോൾ ചോറാവൂല പോകുമ്പോഴത്തേന്. അപ്പം ഞാൻ അവനക്ക് ദോശയ്ക്ക് കഴിക്കാൻ ചായ വേണ്ടേ. അപ്പോൾ ഞാൻ ഹോർലിക്സാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഹോർലിക്സും പിന്നെ അതാ ഫ്ലാസ്കിലാക്കിയിട്ട് കൊണ്ടുപോകണം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പം ഇനി ഒന്ന് ഓനറ്റ് പോകുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം പോകാനുണ്ട്. അല്ല സാധനങ്ങൾ കൊണ്ടുപോകണ്ടേ ഷോപ്പിലേക്ക്, അല്ലെങ്കിൽ ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ അതാ നമ്മളവിടെ മുടി ഒരുപാട് വലുതായിട്ടുണ്ട്. അപ്പം ഇനി ഇത് പെരുന്നാളാകുമ്പോഴത്തേന് ഇത് വെട്ടണം. അങ്ങനെ കുറച്ച് ടാസ്കുകളുണ്ട്. അപ്പം ഞങ്ങളിതാ പോകാൻ വേണ്ടി റെഡി ആക്കണം കേട്ടോ. ഞാൻ അസ്മിക്കുട്ടനും ഫ്രഷായി മാറ്റി ഇവിടെ പോവാം. ഓക്കെ, ബൈ. അല്ലേ പോവാം. കേട്ടോ, കുറച്ച് ലേറ്റായി, 10:15. എന്താണ് ആണോ ക്യാമറമാൻ ചെല്ലേ? ഞാൻ ഇന്നലെ തയ്ച്ച ചുരിദാറിൻ്റെ ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ട്. ചുരിദാർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പാൻറ്റ് തയ്ക്കുന്നുണ്ടോ, തയ്ക്കാൻ പോവുകയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, തയ്ക്കാൻ പോവുകയാണ്. ഓക്കെ. അസ്മിക്കുട്ടാ എന്താ പണി? അപ്പം ഞാനൊരു സംഭവം കാണിച്ചേ. ടാൻടടേ, ഇതാ നോമ്പ് കള്ളൻ. നോമ്പില്ലടാ. വാട്ടർമെലോൺ കഴിക്കൽ കഴിഞ്ഞ് പഞ്ഞിട്ട് അത് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാണ്ട് പഴം വേണമെന്ന് പറഞ്ഞിട്ട് പഴം വാങ്ങി കഴിക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വേറെ എന്താ വേണമെന്ന് പറയണാവോ. അതോ അതിൻ്റെ ഇടയിൽ ഇത് ഇതുണ്ടോ, പെപ്സി വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇതും വാങ്ങി. ഇതാണ് നോമ്പ് കളയാൻ. പിന്നെ ഇത് പെപ്സി അല്ലാതെ എന്താ? ഇത് കൊക്കക്കോള അല്ല, പെപ്സിയാണ്. പിന്നെ ചെറുപഴമാണ് കഴിക്കണേ. ഞാൻ വലിയ പഴമാണ് ഞാൻ എപ്പോഴും അവനക്ക് സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാറ് കേട്ടോ, സ്കൂളിട്ട് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ വലിയ പഴം പറ. അപ്പോൾ കുറച്ച് നേരത്തെ ബ്രേക്ക് എടുത്ത്, അപ്പോൾ അതാ ബ്രേക്കിന് ശേഷം എന്താ പറയുക, തയ്ക്കൽ തുടങ്ങണം. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു വന്നത് സ്മൂത്തിൻ്റെ കാര്യമല്ലേ. അവനക്ക് വൈകിട്ട് വലിയ പഴം, പിന്നെ എന്താണ് ഈത്തപ്പഴം, ബിസ്ക്കറ്റും അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇട്ടിട്ട് സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്നും കേട്ടോ. അല്ല എന്നല്ല, ഞാൻ വീട്ടിൽ നേരത്തെ എത്തുന്ന ദിവസങ്ങൾ. അപ്പോൾ നോമ്പായതുകൊണ്ട് ആദ്യം നേരത്തെ എത്തിയെന്ന് ഇപ്പോൾ കുറച്ച് ലേറ്റാവും. സൂപ്പറാ, സൂപ്പർ. ശരി, ഗുഡ് ബോയ് ആവണ്ടേ. നാളെ ഏതാ പരീക്ഷ? മലയാളം. കഴിക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെ കറണ്ട് പോകുന്നുണ്ട് കേട്ടോ. കറണ്ട് കുറേ നേരം വരിക പോവുക. ഇന്നലെ ഇങ്ങനെ തന്നെ ആയിരുന്നു, വരിക പോവുക അങ്ങനെ. അപ്പോൾ ഇന്നും അതുതന്നെയാണ് അവസ്ഥ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതാ ഞാൻ വിഷുവിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. 2 വയസ്സായ ചെറിയ വാവക്കുള്ളതാണ് കേട്ടോ. സ്കേർട്ടും ടോപ്പും നമ്മുടെ പട്ടുപാവാടയാണ്. അത്യാവശ്യം നല്ല അടിപൊളി ടിഷ്യൂ മെറ്റീരിയലാണ്. പിന്നെ അതിലേക്കുള്ള ടോപ്പ് ഇതാണ്. നല്ല വീനെക്കാണ്, വൈഡ് വീനെക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്ത് ചെറിയൊരു ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സ്ലീവാണ്. പിന്നെ ബാക്കിലും എന്താണ് വീനെക്കാണ് കേട്ടോ. അത്യാവശ്യം ഇറക്കിയിട്ടുള്ള വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉള്ളത് തന്നെയാണ്. നല്ല അടിപൊളിയല്ലേ. നല്ല എന്താ പറയുക, ഓടക്കോയിലും പിന്നെ നമ്മളുടെ മയിൽപ്പീലി
മയിൽപ്പീലും കൂടിയുള്ള ഡിസൈനുള്ള പട്ടുപാവാടയാണ്. ഇതിലത്തെ ടോപ്പ് തയ്ച്ച് കഴിഞ്ഞില്ല കേട്ടോ, അത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വിചാരിച്ചു ഈ ബ്ലൗസിന് ആ നെക്കിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഡിസൈൻ ചെയ്താലോ എന്ന്. അതിനെ പ്ലെയിനായിട്ട് കിടക്കുമ്പോൾ എന്തോ ഒരു ഭംഗിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ അടുത്തുള്ള മുത്തുകളൊക്കെ എടുത്തു എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ എന്താ ഒരു കൺഫ്യൂഷൻ. ഒന്നാമത് ചെറിയ വാവല്ലേ, 2 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവൾക്ക് ഒരുപാട് വർക്കും പാടില്ല, എന്നാൽ അതിട്ട സിമ്പിളാവും വേണം, അങ്ങനത്തെ വേണ്ട വെച്ചിട്ട് ഞാനിങ്ങനെ ഒരുപാട് മുത്തുകൾ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഏതാവും ഭംഗി എന്നുള്ളത്. അപ്പോൾ ഫൈനലി ഞാൻ എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ഞാൻ ഡിസൈന് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ വെച്ചാൽ ഈ ലേസ് വെച്ചാലോ എന്ന് വിചാരിച്ചാൽ പിന്നെ അത് ഇഷ്ടമായില്ല. പിന്നെ എന്താ പറയുക, വീടിൻ്റെ അവസാനം ഞാൻ കാണിക്കാം. കൂട്ടാ വീട്ടിൽ പോകണ്ടടാ. ആ നീ നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. പതിവ് പോലെ ഞങ്ങളിതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയി വന്നു. പിന്നെ ഇന്നിപ്പോൾ സൺഡേ ആണ്, പക്ഷെ എന്നാലും ഷോപ്പിലേക്ക് പോവാറുണ്ട്. ഞാൻ ഇന്ന് ലീവ് എടുത്തു. അപ്പോൾ ഞങ്ങൾ എടുക്കാൻ പോകണം വല്ല ഞാൻ വീട്ടിലൊന്ന് പോവാം കേട്ടോ. പ്രതീക്ഷിക്കാതെയാണ് പോകണമെന്ന് തീരുമാനിച്ചത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ അവിടെ മൂത്ത താത്തണ്ട് വന്നിട്ട്. അപ്പം ഞാൻ അന്ന് പോയപ്പോൾ മൂത്ത താത്തയും കുട്ടികളും ഉണ്ടായിട്ടില്ലല്ലോ, 2ാമത്തെ താത്തയും കുട്ടികളായിരുന്നു ഉണ്ടായത്. അപ്പം ഇന്ന് പോളെ കാണും ചെയ്യുക. പിന്നെ അവളൊരു ഡ്രസ്സ് എടുത്തേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് ഓൾ തയ്ക്കും, ചെറുതായിട്ടൊക്കെ ഒന്ന് തയ്ക്കും. പക്ഷെ എന്നാലും അവൾക്ക് അത് വെട്ടാനും ഭയങ്കര ഒരു പേടി. അപ്പോൾ എന്നോട് വെട്ടി കൊടുക്കുമെന്ന് വെച്ച്. അപ്പോൾ അത് വേണം. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഒരു അബായ ഉണ്ട്, അപ്പോൾ അത് കൊണ്ടുകൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോകണം. അപ്പോൾ ഇന്ന് ഷോപ്പിൽ ലീവ് എടുത്തിട്ടോ. ഇനി അപ്പോൾ പോയിക്കാണ്ട് വരാം. 10:15 ബസ്സിനായിട്ടാണ് പോണത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ശരിയാക്കി കാണാനില്ല. പിന്നെ അതെ നമ്മൾ അസ്മിക്കുട്ടൻ്റെ ട്രോഫി ഇരിക്കണം കണ്ടോ എടാ, സൂപ്പർ സൂപ്പർ. ഇനി പോവാ. ബസ് എന്നാ ബസ് വരട്ടെ. ഇതാട്ടോ ഞങ്ങളിവിടുത്തെ പള്ളി, മണിയങ്ങാട് ജുമാ മസ്ജിദാണ്. ഇതേ ബസ് വരുന്നുണ്ട്, പോവാ. എനിക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതാ എനിക്കൊരു ഡ്രസ്സ് എടുക്കാണ്ട് കേട്ടോ. എനിക്കല്ല, വേറെ ആൾക്കുള്ളതാണ്. അപ്പോൾ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് സിൽസിലേക്കൊന്ന് പോയി നോക്കുകയാണ്. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ടീച്ചർക്കുള്ള ഗിഫ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അന്ന് ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അന്ന് തന്നെ നോക്കിയാൽ മതിയായിരുന്നു. അതിനതാ ഞങ്ങൾ ഇവിടെ എത്തി. ഒരുപാട് തിരക്കൊന്നുമില്ല കേട്ടോ, എന്നാൽ തിരക്കുണ്ട്. പക്ഷെ എനിക്ക് ആൾക്ക് പറ്റിയ മോഡലൊന്നും ഇവിടെ കിട്ടിയില്ല. അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും കടയിൽ നിന്ന് എടുക്കണം എന്ന് വിചാരിച്ചു. ഇതിലുണ്ടാവില്ല, അതിൽ ചെറുതില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ ബട്ടൺ ഹൗസിലേക്ക് പോകില്ലേ, ആ ഭാഗത്ത് അങ്ങനെ പോയിട്ട് പിന്നെ അതാ ഇവിടുന്ന് പഴം വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പഴം വാങ്ങാനുണ്ട്. പിന്നെ കുറച്ച് അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി നിന്ന്. പിന്നെ ഇവിടുന്ന് ആകുമ്പോൾ നല്ല ഫ്രഷ് പഴം കിട്ടും കേട്ടോ. പിന്നെ നാടൻ പഴം ഒക്കെ ഇവിടുന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പഴം വാങ്ങാമെന്ന് വിചാരിച്ച്. പിന്നെ അവിടെ പള്ളിപ്പടിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഉപ്പ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടാ. ഞാനതാ ഉപ്പ വിളിക്കാൻ വന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാൻ വണ്ടി വിളിച്ച് വരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഉപ്പ പറഞ്ഞ് വേണ്ട, ഞാൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. ഇപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇപ്പോൾ വീട്ടിലും ഉണ്ട്. അങ്ങനെ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം വെയിലുകൊണ്ട് എനിക്ക് കണ്ണൊന്നും കാണില്ല, ഫോണിൻ്റെ ഉള്ളിലേക്കൊന്നും കാണാൻ പറ്റില്ല. ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ടെന്നുള്ളൂ, ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മേഘങ്ങൾ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയിട്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ. രാത്രി എന്തൊക്കെ നമ്മട്ടെ ചിക്കൻ കൊണ്ടല്ലോ.
അപ്പോൾ വീട്ടിലൊക്കെ എത്തി താത്താരൊക്കെ കണ്ടു സംസാരിച്ചു കുറച്ചൊക്കെ കഴിഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ അസ്മിക്കുട്ടനക്ക് ചായ കൊടുത്തു. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലത്തെ ചെടി കളക്ഷൻ കാണിച്ചു കേട്ടോ. മുന്നേ ഞാൻ കാണിച്ചിരുന്നു, ഇപ്പോൾ വേറെയും പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒക്കെ പൈസ കൊടുത്ത് വാങ്ങി വെച്ചതാണ് കേട്ടോ. ഉമ്മയാണ് ഈ ചെടീൻ്റെ മെയിൻ ആൾ. പക്ഷേ ഒത്തിരി സഹകരിക്കും കേട്ടോ, രണ്ടാളും കൂടിയാണ്. പിന്നെ ഇത് ആമ്പലാണോ താമരയാണോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അത് അവിടുന്ന് കിട്ടിയപ്പോൾ വള്ളത്തിൽ കൊടുന്ന് ഇട്ടതാണ് കേട്ടോ. പിന്നെ അതാ ഒരുപാട് ഐറ്റം ചെടികളുണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്ക് വയ്യാത്ത കാരണം കുറേയൊക്കെ ഒഴിവാക്കി. പിന്നെ അതൊക്കെ മുളകുകളാണ് കേട്ടോ. പിന്നെ നമ്മളെ ചുവന്ന ചീരണ്ട്, പിന്നെ പയറുണ്ട്, അതൊക്കെ വേറെ സ്ഥലത്താണ് കേട്ടോ. പിന്നെ അത് കണ്ട ഇതൊക്കെ ഫ്രണ്ടിൽ വെച്ചതാണ് കേട്ടോ, വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച ചെടികളാണ്. ഇതെന്താ എന്താണ് ആപ്പ പോടുന്നത് നോക്കട്ടെ. ഞാൻ വീടെടുക്കാണ്. അപ്പോൾ ചക്കശൂലം കണ്ടപ്പോൾ അസ്മിക്കുട്ടനക്ക് അത് ഒന്ന് ഇട്ട് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാവുന്നുണ്ട്, അവനക്കത് കൊള്ളൂലല്ലോ. അപ്പോൾ അങ്ങനെ സനു പറഞ്ഞു ഞാൻ ഇട്ടുതരാമെന്ന്. അപ്പോൾ കുട്ടീൻ്റെ ആഗ്രഹമല്ലേ വിചാരിച്ചിട്ട് സനു ഷൂ ഒക്കെ ഇട്ട് കൊടുത്തു. പക്ഷേ അവനക്ക് ഒറ്റയ്ക്ക് പറ്റൂല കേട്ടോ, വീഴുന്നുണ്ട്. സനു പിടിച്ചിട്ട് തന്നെ അസ്മി വീഴുന്നുണ്ട് കേട്ടോ. എന്നാലും അവൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാമല്ലോ വിചാരിച്ചു. ഞാൻ പറഞ്ഞു മതി മതി, ഇനി ഇവിടുന്ന് വീണിട്ട് എന്തെങ്കിലും പറ്റണ്ടല്ലോ വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. അസ്മിൻ്റെ ഒരു ആഗ്രഹമല്ലേ വെച്ചിട്ടായിരുന്നു. അങ്ങനതാ കുറച്ച് നേരമൊക്കെ എന്നാൽ അവർ റൈഡ് ചെയ്ത് പിന്നെ എനിക്ക് 4:20 എനിക്ക് റിട്ടേൺ പോകണം കേട്ടോ. എന്താണ് ആ അപ്പോൾ ഞങ്ങൾ പോവാണ്. ഇപ്പോൾ നേരം വൈകിട്ടായി. 4:20 കുറ്റിപ്പുറത്ത് ബസ്സുണ്ട് പറടാ. അപ്പോൾ ഞങ്ങളതിന് പോകണ്ട. അതാ ഉപ്പാക്കി തരും. കിതച്ചിട്ടേ പറയാൻ വയ്യ. പോവാ ചേട്ടെടുത്തോ. ഓക്കെ ബൈ.